ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ കുറച്ച് നേരമായി കേട്ടോ റെഡി ആയിട്ട് നിൽക്കുന്നത്. ഞാൻ മാത്രമല്ല, പിള്ളേരും ഒരുങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇറങ്ങിയാലും മിക്കായ കാത്ത് കുറച്ച് നേരം ഇതുപോലെ നിൽക്കാമെന്ന് പറയുന്നത് ഒരു സ്ഥിരം ചടങ്ങാണ് കേട്ടോ. ഇറങ്ങിയപ്പോൾ ചെറിയ ചാറ്റലേ ഉള്ളായിരുന്നു, പക്ഷേ കല്ലമ്പലം എത്തിയപ്പോൾ പേരും മഴയായി കേട്ടോ. അപ്പോൾ എനിക്ക് കടയിലും കാര്യങ്ങളൊക്കെ കയറാനുണ്ടായിരുന്നു. നല്ല ഉഗ്രൻ മഴയും അതുപോലെ കാറ്റുമായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് കയറിയിട്ട് വായു എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇക്കാക്ക് ജോലിയുണ്ട്. എപ്പോഴും നിന്ന് താമസിക്കുന്നതും ഇക്കായിരിക്കും. ഒരുപാട് വെപ്രാളം കാണിക്കുന്നതും കക്ഷി തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് കയറി കൈ കിട്ടിയതൊക്കെ പറക്കിയെടുത്തു. തിരിച്ചു വന്നു. ഫ്രൂട്ട്സ് കടയിൽ ഇറങ്ങാൻ നോക്കിയപ്പോൾ അത്യാവശ്യം മഴ. പിന്നെ ഇറങ്ങിയില്ല. ഇക്കയുടെ ഫ്രണ്ടിൻ്റെ കട കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയിരുന്ന് സാധനങ്ങൾ പറഞ്ഞ് എടുത്തു. വീട്ടിൽ വന്നപ്പോഴേക്കും ആദ്യമായിട്ട് ഡ്രാഗണിൽ ഒരു കുഞ്ഞൻ ഡ്രാഗൺ ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ കുഞ്ഞായിരുന്നേ. അപ്പോൾ അത് കഴിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് പിള്ളേർക്കും ഉണ്ടായി. അപ്പോൾ ഞാൻ തന്നെ അത് എടുത്തു, കട്ട് ചെയ്ത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടായതാണല്ലോ. ഒരു കുഞ്ഞു ചെടിയാണേ, ഒരു കുഞ്ഞു ചെടി, അതിലൊരു കുഞ്ഞു ഫ്രൂട്ട്. അപ്പോൾ ഇത് ചീത്തയായെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഉമ്മച്ചി. പക്ഷേ സംഭവം കട്ട് ചെയ്തപ്പോൾ ഞെട്ടിപ്പോയി മക്കളെ. അടിപൊളിയായിട്ട് പഴുത്ത് നല്ല കളറായിരുന്നു കേട്ടോ. അപ്പോൾ വൈറ്റ് ആയിരിക്കുമോ പിങ്ക് ആയിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടിലായിരുന്നു. പക്ഷേ പിങ്ക് തന്നെ കിട്ടി. വൈറ്റിനെക്കാട്ടി മധുരം കാര്യങ്ങളൊക്കെ പിങ്കിന് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് വീട്ടിൽ പിടിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന് ഒരു മധുരവും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. നമ്മൾ വീട്ടിൻ്റെ അടുത്ത് ഉള്ളൊരിടത്തുനിന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല മധുരമാണ് അതിന്. അപ്പോൾ ഇതും മധുരമുണ്ടോ എന്ന ഒരു സംശയത്തോടു കൂടിയാണ് കട്ട് ചെയ്തത്. പക്ഷേ നല്ല മധുരമായിരുന്നു. ഭയങ്കര പ്രഷ്യസ് ആയിട്ട് വേണം നമ്മളത് കട്ട് ചെയ്യാൻ. കാരണം അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും കൊടുക്കണമെങ്കിൽ ഇതേപോലെ കുട്ടി കുട്ടി പീസസ് ആക്കി കട്ട് ചെയ്താലേ പറ്റുള്ളൂ. അതിനുശേഷം ഒരു വാഴയ്ക്കാപ്പൊക്കെ എടുത്ത് വെറും ചായയൊക്കെ കുടിച്ചതിന് ശേഷം രാത്രി ഇക്ക വന്ന് തിരിച്ച് വീട്ടിലോട്ട് പോയി കേട്ടോ. തിരിച്ചിറങ്ങാൻ സമയത്തും നല്ല മഴയായിരുന്നു. ആ മഴയത്ത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി.